സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ മൊഴികളിൽ പൊരുത്തക്കേടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRLുമായി കരാർ വന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത കുറവ്. CMRLിൽ നിന്നും ലഭിച്ച 2.78 കോടിയുടെ വിനിയോഗത്തിലടക്കം കൃത്യമായ മറുപടികളില്ല. മൂന്നാം ഘട്ട ചോദ്യം ചെയ്യൽ അടുത്തയാഴ്ചയുണ്ടാകും. CMRL ഉന്നതരെയും വീണ്ടും ചോദ്യം ചെയ്യും. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സഹിൻ, ഇന്നലെ 10 മണിക്കൂറോളമാണ് വീണ ടിയെ ED രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇനി അതിലൊരു മൂന്നാം ഘട്ടം ഉണ്ടാകുമെന്ന് പറയപ്പെടുമ്പോൾ വീണ പറഞ്ഞ കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട്. EDക്ക് പല കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ചെയ്തു. അങ്ങനെ തന്നെയാണ്. അതായത് വീണയെ വിടാതെ പിന്തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പല മൊഴികളും വ്യക്തതയില്ലാത്ത മൊഴികളാണ് വീണ നൽകിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, CMRLും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാറുകൾ സംബന്ധിച്ച് ഒരു കൃത്യമായ മൊഴി നൽകാൻ ഇപ്പോഴും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം CMRLിൽ നിന്നും എക്സാലോജിക്ക് 2,78,00,000 രൂപയാണ് വാങ്ങിയിരുന്നത്. ഈ പണം എന്തിനു വാങ്ങി? ഇത് പകരം നൽകിയ സേവനം എന്താണ്? ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു മൊഴി ഇതുവരെയും വീണ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതായി വരും. അത് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം വീണയെ വിളിച്ചു വരുത്തിക്കും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം വീണ ഹാജരാക്കേണ്ടതായി വരും. അത് സംബന്ധിച്ചുള്ള സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. ഇന്നലെ വീണയോട് അടുത്ത ആഴ്ച ഹാജരാകേണ്ടി വരുമെന്ന് വാക്കാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, വീണയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ രേഖകളും കൂടുതൽ തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കാൻ തുടങ്ങി. കൂടാതെ CMRLിലെ ഉന്നതരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വ്യക്തത കുറവ് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതും. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ തവണ വീണ്ടും വീണയെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീണയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുഷ്കരമായി മാറും. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SFIO രേഖകൾ അടക്കമുള്ളവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലുണ്ട്. ഏറെക്കുറെ 28,000-ഓളം പേജുകളുള്ള 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. അവയെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതിൽ നിന്ന് തലയൂരി പോരുക, അല്ലെങ്കിൽ ഈ കൃത്യമായ മറുപടി നൽകാത്തിടത്തോളം കാലം വീണയ്ക്ക് ഇത് വലിയ പ്രശ്നമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ പറഞ്ഞ പല കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്, പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ ഏറെ നിർണായകവുമായിരിക്കും.